ശ്രീ ഹരിദാസ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ എഫിഡവിറ്റ്, കോമളൻ കൊടുത്ത എഫിഡവിറ്റിൽ ഈ ശബരിമലയെ അപമാനിക്കുന്ന, അധിക്ഷേപിക്കുന്ന, അതുപോലെ ശാസ്താവിനെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളുണ്ട് കേട്ടോ. റിസർച്ച് നടത്തിയിട്ടാണ് ഈ കോമളൻ സത്യവാങ്മൂലം കൊടുത്തത്. അതിൽ ഒരു കാര്യം പറയുന്നത്, ശാസ്താവ് ഈസ് നോട്ട് എൻ ആൻറ്റി വിമൻ ഡെയ്റ്റി. ഇൻ ദി അഷ്ടോത്തര ശതക ഓഫ് ശാസ്താവ് ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ശാസ്താവ് ഹാഡ് 2 wives, പൂർണ്ണ ആൻഡ് പുഷ്കല, ആൻഡ് എ സൺ നെയ്മഡ് സത്യകൻ. അപ്പോൾ ശാസ്താവിന് 2 ഭാര്യമാരും ഉണ്ട്, മോനുണ്ട്. പിന്നെ എങ്ങനെയാണ് ശാസ്താവ് ആൻറ്റി വിമൻ ആകുന്നത് എന്നുള്ളതാണ് കോമളം കൊടുത്ത സത്യവാങ്മൂലത്തിൽ ചോദിച്ചിരിക്കുന്നത്. മോഹനവർമ്മയെ പോലും ഈ എഫിഡവിറ്റിൽ പരാമർശിച്ചിട്ടുണ്ട് കേട്ടോ. മോഹനവർമ്മയെ പോലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചരിത്രം, പിന്നെ ഒരു ബുദ്ധിസ്റ്റ് തിരുവിതാംകൂർ രാജകൊട്ടാരത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരിക്കും റിസർച്ച് നടത്തിയിട്ടാണ്, ഗവേഷണം നടത്തിയിട്ടാണ് കോമളൻ സത്യവാങ്മൂലം കൊടുത്തിയത്. അപ്പോ ആ പറഞ്ഞതിൽ നിന്നൊക്കെ ഇനി എങ്ങനെയാണ് ഇവർ മാറ്റി പറയുക? ഇപ്പൊ സുപ്രീം കോടതി ചോദിക്കില്ലേ, ഓൾറെഡി ഒരു അഫിഡവിറ്റ് ഉണ്ട്, ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾ ആ അഫിഡവിറ്റിൽ പറഞ്ഞതിൽ നിന്ന് വ്യതിചലിച്ച് പുതിയൊരു ഒരു 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 അഫിഡവിറ്റ്, സത്യവാങ്മൂലം കൊടുത്തതെന്ന് സ്വാഭാവികമായിട്ട് സുപ്രീം കോടതി ചോദിക്കില്ലേ? അയ്യപ്പനും ശാസ്താവും ആരാണെന്ന് പോലും അറിയാൻ വയ്യാത്ത മരമണ്ടന്മാരാണ് ഇവരൊക്കെ തന്നെ. അതേപോലെ തന്നെയാണ് ഈ കോമളൻ കൊടുത്ത അഫിഡവിറ്റിനെ സംബന്ധിച്ച് KL മോഹനവർമ്മയെ പറ്റി ഉദ്ധരിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ ഒക്കുന്ന ഒരു വസ്തുതയൊന്നുമല്ല. അതാണ് ഇവര് പറയുന്ന ചില പണ്ഡിതന്മാരെ ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരെ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗവേഷണമായിരിക്കും ഉദ്ദേശിക്കുന്നത്. അയ്യപ്പൻ ആരാ, ശാസ്താവ് ആരാ, ധർമ്മശാസ്താവ് ആരാ എന്താണെന്നും അറിയാത്ത, ചുക്ക് എന്താ, ചുണ്ണാമ്പ് എന്താ അറിയാൻ വയ്യാത്ത കക്ഷികളാണ് ഇത്തരത്തിലുള്ള ഈ കോമളനൊക്കെ വെറും ഒരു കഥാപാത്രം മാത്രമായിരിക്കും. അയാൾക്ക് ഇതിനെപ്പറ്റി ഒന്നും യാതൊരു കാര്യം അറിയണമെന്നൊന്നുമില്ല. അയാളോട് ആരെങ്കിലും ഒപ്പിടാൻ പറഞ്ഞു, ഒപ്പിട്ടു.